കിലോ 50 രൂപയാ. ഇതിന് ഇത്തിരി വില ഫ്രഷ് ആയ ഫ്രൂട്ട്സ് കിലോ 40 രൂപയാ. ഇതിനെന്താ വില? ഇതാ ഇതെടുത്തു. ചീര ചീര നല്ല പറിച്ചപടി ചീര. ഓടാ മര്യാദക്ക് പോകാൻ നോക്ക്. വന്ന് നശിപ്പിക്കാൻ വേണ്ടി നടക്കാണ്. പൊയ്ക്കോ മര്യാദക്ക്. ഇന്നത്തെ പച്ചക്കറിക്ക് എല്ലാത്തിനും തീ പിടിച്ച വിലയാ. ഈ കുന്തത്തിന്റെ ഒന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. പോകാനല്ലേ പറഞ്ഞത്? എന്റെ നടുവ് പോയേ. എന്നാ പഠിച്ചോ നിങ്ങളെല്ലാരും എങ്ങോട്ടായി ഓടുന്നേ? എന്താണെന്ന് സാറിന് മനസ്സിലായില്ലേ? ഇത് അങ്ങോട്ടൊന്ന് നോക്കിക്കേ. എന്റെ പേര് ലഡ്ഡു സിംഗ് എന്നാണ്. എന്റെ ഡിക്ഷണറിയിൽ പേടിച്ച് ഓടുന്നതായി ഒരു വാക്ക് തന്നെ ഇല്ല. ഓടുന്നതിനുള്ള അവാർഡ് ഇപ്പൊ കിട്ടും. എടാറാം, നിന്റെ ഡിക്ഷണറിയിൽ നിന്ന് ഓടുന്നുള്ള അവാർഡ് എടുത്ത് കളഞ്ഞോ? ഓടിക്കോ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിർത്തിക്കോളാൻ കഴിയില്ല. ഓടിക്കോ ഓടിക്കോ പെടറാം, സ്പീഡിൽ ഓടിക്കോ. വേണ്ട, മതി, എത്ര ദൂരം പൊക്കിയെടുത്തിടാതെ നിർത്താൻ. മതിയാക്ക്, ഒന്നും മതിയാക്കുന്നുണ്ടോ? എനിക്ക് വേദനിക്കുന്നു. താങ്ക് യു താങ്ക് യു. ഇനി നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നൊന്ന് മുട്ടാൻ വന്നേ. നീ എന്താ കരുതിയത് ഞാൻ നിന്നെയും പേടിച്ചിവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു? പേടിച്ചോടുന്ന ഒരു വാക്ക് എന്റെ ഡിക്ഷണറിയിൽ തന്നെ ഇല്ല. ഇതിപ്പോ എന്നെ ഇടിക്കാൻ വേണ്ടി തന്നെ പുറകെ കൂടിയിരിക്കുകയാണല്ലോ. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. സാറേ, അതിനോട് കളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വേഗം വണ്ടിനകത്ത് കയറി. ഞാൻ എങ്ങനെ ഇരിക്കും? ഹലോ ശിവ, മാർക്കറ്റിൽ ഒരു പോത്തില് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അതെന്നെ ആക്രമിക്കാൻ പുറകെ വന്നോണ്ടിരിക്കുകയാണ്. നീ എത്രയും പെട്ടെന്ന് വരണം. ലഡ്ഡു സിംഗ് സാറേ, ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. ശരി സാർ. ആരെങ്കിലും രക്ഷിക്കലേ, രക്ഷിക്കലേ, വേഗം. ലഡ്ഡു സിംഗ് എന്തു പറ്റി? വേഗം. ഒരു പോത്ത്, അതിന്റെ ബുദ്ധി ആകെ മാറിയിരിക്കുകയാണ്. മുത്തശ്ശൻ അറിയോ ഈ വഴിക്കാൻ ഓടി വന്നോണ്ടിരിക്കുന്നത്? മുത്തശ്ശൻ ചെറുപ്പകാലത്ത് കുറെ ഓടിയിട്ടുണ്ടാവല്ലോ, അതൊന്ന് ഓർത്താ മതി. എന്നിട്ട് എത്ര പെട്ടെന്ന് ഓടുന്ന രക്ഷപ്പെട്ടോ. നിങ്ങൾ ഇതെന്താ ഈ ചെയ്യുന്നത്? ഇവിടെ നോക്ക്, ഇവിടെ
മാർക്കറ്റിൽ ഒരു ബുൾ എന്റെ പുറകെ വരുന്നു. അതിനെ പിടിക്കാൻ എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. ഓക്കെ ശിവ, ശരി. വീടിന്റെ പുറകെ വശമുള്ള റോഡിലേക്ക് വന്നേക്ക്. ഞങ്ങൾ എല്ലാം അവിടെ റെഡിയാക്കി വെച്ചോളാം. ശിവ, അവിടെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. എന്റെ സൈക്കിളിന്റെ വീൽസ് ഓപ്പൺ ആവുന്നില്ല. അപ്പൊ നീ നെറ്റിന്റെ മുകളിൽ കൂടി എങ്ങനെ പറന്നു പോവാ ശിവ? അത് പൊട്ടിച്ച് എനിക്ക് ക്രോസ് ചെയ്യാനും സാധിക്കില്ല. നെറ്റിന്റെ കയറ് പെട്ടെന്ന് അഴിച്ചുവിട്. ലഡു സിംഗ് സർ, വേഗം ആ നെറ്റിന്റെ കയറ് ഊരി വിട്. ശിവയുടെ സൈക്കിളിന്റെ വീൽസ് ഓപ്പൺ ആവുന്നില്ല. കൃഷി നടത്താൻ പോവാണോ? ഞാൻ നിന്നെ രക്ഷിക്കാം, പക്ഷെ എന്നെ ആരാ രക്ഷിക്കുക? എടാ പോട്ടെ, ഈ കണക്കിന് നീ കുതിരയുടെ സ്പീഡ് കൂടി തോൽപ്പിച്ച് കളയല്ലോ. അതെ, നീ എങ്ങോട്ടത്ര വേഗത്തിൽ ഇങ്ങനെ ഓടിപ്പോകുന്നത്? ഇത് മിക്കവാറും നമ്മളെ ഇന്ത്യ വിട്ട് പുറ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നാ തോന്നുന്നത്. സാറേ, ഇനി വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തേ പറ്റൂ. നിങ്ങൾ താഴേക്ക് വരൂ, ഞാൻ അതിൽ പോയി നോക്കട്ടെ. എന്തായാലും അത് കൊള്ളാം. ഇപ്പോഴാണ് പ്ലാൻ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നീ എന്നോട് പറയണേ. നിന്നെ കുറിച്ച് ഇപ്പൊ ഞാൻ എന്താ പറയാ? ഒരിക്കലും നീ ഒന്നിൽ നിന്നും പിന്മാറുന്നേ ഇല്ല. എന്റെ സാറേ, കരച്ചിലൊക്കെ നിർത്ത്. നമുക്ക് എത്രയും പെട്ടെന്ന് താഴേക്ക് പോവാം. മൃഗങ്ങൾ തീ കണ്ടാൽ പേടിക്കും. അതുകൊണ്ട് നമ്മൾ തീ കത്തിച്ച് അതിനെ നഗരത്തിൽ നിന്ന് കാട്ടിലേക്ക് ഓടിവിട്ടാലോ? വെരി ഗുഡ് ഐഡിയ. നിങ്ങളെല്ലാം റെഡിയാക്കൂ. അതിനുള്ളിൽ ഈ കുഞ്ഞിനെ ഞാൻ അതിന്റെ അമ്മയെ ഏൽപ്പിച്ചിട്ട് വന്നേക്കാം. താങ്ക് യു ശിവ, താങ്ക് യു വെരി മച്ച്.
പോത്തമ്മാവാ ഇങ്ങ് വന്നേ. ഇപ്പൊ വന്നേ, ഇപ്പൊ ധൈര്യം ഉണ്ടെങ്കിൽ വന്നേ. നിന്റെ ധൈര്യം ഞങ്ങളൊന്ന് കാണട്ടെ. വരാൻ വരാനല്ലേ പറഞ്ഞ. ഏ മുത്തശ്ശ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? ഓടിക്കോ, ആ പോത്ത് നിങ്ങളുടെ അടുത്തന്നെ നിൽപ്പുണ്ട്. ഇനിയാണ് ഞാൻ ആരംഭിക്കാൻ പോകുന്നത് ശാന്തിരാഗം. ഇത് നമ്മുടെ അടുത്തേക്ക് തന്നെ വരുന്നത്. നമുക്ക് പോണ്ടി വരും. മുത്തശ്ശ, നിങ്ങൾ വേഗപ്പെടുന്ന രക്ഷപ്പെട്ടോ. മുത്തശ്ശ അവിടുന്ന് ഓടിക്കോ. ലഡ്ഡു സിംഗ്, എന്തെങ്കിലും ഒന്ന് ചെയ്യേ, എന്നെ രക്ഷിക്കേ. ആരാ എന്റെ പുറം കത്തിച്ചു കളഞ്ഞില്ല. അയ്യോ, മുത്തശ്ശ, ഇനി വേഗം മഴ പെയ്യാനുള്ള പാട്ട് പാടിക്കോളൂ. വെള്ളം വരും ചെയ്യും, ആ തീയങ്ങ് അടഞ്ഞു പോവുകയും ചെയ്യും. രക്ഷിക്കേ, രക്ഷിക്കേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. പാടിക്കോ പാടിക്കോ മുത്തശ്ശ, വേഗം പാടിക്കോ. വേഗം 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 ഒന്ന് രക്ഷിക്കേ. അയ്യോ, ചൂട് സഹിക്കാൻ സഹിക്കുന്നില്ല. അയ്യോ, ആകെ തളരുകയാണ് ഞാൻ. എനിക്ക് ഓടി വയ്യാതായി. അയ്യോ അയ്യോ. ഞാൻ വീട്ടിൽ പോകുക. ഇനി ഷോപ്പിംഗ് ചെയ്യാനൊന്നും പറ്റില്ല. ലഡു സിംഗ് സാറേ, ലഡു സിംഗ് സാറേ, ആ പോത്തന്റെ കാറ് കുത്തി പൊളിച്ചു. ആ പോത്തന്റെ സ്കൂട്ടർ നശിപ്പിച്ച് കളഞ്ഞല്ലോ. എന്റെ കാറിന്റെ ചില്ല് ഒത്ത കുത്തി പൊളിച്ചു. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾ എന്താ ഒന്നും ചെയ്യാത്തത്? ഇന്നൊരു ദിവസം കൊണ്ട് കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ പോത്ത് ഖജനാവിൽ ആരാ പണം ഇടുക? ഖജനാവിൽ ആര് പണടന്നോ? എടോ, അതിനെ ഓടിച്ചോടിച്ച് ഞാനാകെ തളർന്നിരിക്കുകയാണ്. അപ്പോഴാണ് തന്റെ ഈ ഖജനാവിൽ പണടന്ന്. ഞങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ എങ്ങനെയും പിടിക്കാൻ. എത്രയും പെട്ടെന്ന് അതിനെ പിടിച്ചിരിക്കും, മനസ്സിലായ? ഞാനതിനെ ഇവിടെ നിന്നും പുറത്തുള്ള മൈതാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. നിങ്ങൾ പോലീസുകാരുമായി കുറെ കയറുമായിട്ട് വരും. എന്നിട്ട് ഇതിന്റെ കഴുത്തിൽ കയറിട്ട് കൊടുക്കാം. കയറ് മുറുക്കിട്ട് നമുക്ക് ഒന്നിച്ച് ഇതിനെ വലിച്ചു നിർത്താം. അങ്ങനെ ചെയ്താലേ പിടുത്തം കിട്ടും. ഓക്കെ ശിവ, ഞാൻ കമാൻഡോ ട്രെയിനിങ്ങിൽ കയറ് നല്ലപോലെ കുടുക്കിടാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ എല്ലാരെയും കൂട്ടിക്കൊണ്ട് വന്നേക്കാം. കൂട്ടുകാരെ, ആ പോത്ത് നിങ്ങൾ എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. വരൂ, നിങ്ങളിൽ ആരാ അതിനെ എന്നോടൊപ്പം പിടിക്കാൻ വരുന്നത്? നിങ്ങൾക്കൊരു വലിയ അവസരമാണെന്ന്. നിങ്ങളുടെ ധൈര്യം എല്ലാവർക്കും കാണാൻ വേണ്ടി വരണം. വരാനാ പറഞ്ഞത്, പോവാനില്ല. ഇത് വിളഞ്ഞ സാധനമാണല്ലോ. വേഗം കയറെടുത്ത് അതിന്റെ കഴുത്തിലിടാ നോക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ അതിനെ പിടിക്കാൻ കഴിയും. പിടിച്ച് ഉറക്കി പിടിച്ച്. കയറ് വിട്ടേക്കില്ല സിംഗ് സാർ. പക്ഷെ ഞാൻ ഈ കയറെങ്ങനെ വിടുക ശിവ? എനിക്കിതിനെ വിടാൻ പറ്റുന്നില്ല.
ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? ചളച്ചിട്ട് പാറ്റിയ പോലെ ആയില്ലേ ഞാൻ? പക്ഷെ സാറ് ഭയങ്കര ധൈര്യശാലിയൊക്കെയാണല്ലോ. ഇവിടുന്ന് 50 കിലോമീറ്റർ കിലോമീറ്റർ കിലോമീറ്ററും എനിക്ക് പ്രാണ പോകുന്ന വേദനയാണ്. കിലോമീറ്റർ കാര്യം പറയുന്നു. സൂക്ഷിക്കണേ. ലഡു സിംഗ് സാറേ, വേഗം കയറിടോ. ഇതിനെങ്ങനെയെങ്കിലും പുറത്തെടുക്കണം. എനിക്കെന്താ അവരെ തലയ്ക്ക് വട്ടുപിടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ നീ? മനഃപൂർവ്വം ഒരു കല്ലെടുത്ത് സ്വയം കാലിലിടുന്ന് കരുതിയോ നീ? ശരിയാ ശിവ, ഈ പോത്തുകാരുടെ ഓരോരുത്തർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടായി. ഇനി ഇതങ്ങനെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ എല്ലാരും ഇല്ലാതാക്കും കേട്ടോ. അതിനെ പുറത്തെടുക്കണ്ട ജീവ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിട്ട് കുത്തും. ഇല്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനെ പുറത്തെടുക്കണം. ഒരു മൃഗത്തെയും ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഒന്ന് ആലോചിക്കൂ, ആ മൃഗത്തിന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയുന്നത് കേൾക്കൂ. കയറെടുത്തോണ്ട് വരൂ. ഈ ശിവ കാരണം എന്റെ ജീവിതം തന്നെ തൊലയാറായല്ലോ. എനിക്കറിയില്ല, ഇനി ആ പോത്ത് പുറത്തേക്ക് വന്ന ആദ്യം കുത്തുന്നത് എന്നെ തന്നെ ആയിരിക്കും. ഞാൻ വലിച്ചോണ്ട് തന്നെ ഇരിക്കുന്നത്. ഈ പോത്തിനാണെങ്കിൽ ഒടുക്കത്ത ഭാരാണ്. ഇനി അതിനെ പുറത്തെടുക്കാൻ ശ്രമിക്കണ്ട കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ പരിശ്രമം പാഴാവുന്ന. പരിശ്രമം ഒരിക്കലും വേസ്റ്റ് ആവില്ല. ഞാൻ ഇതിനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് വരില്ല. എന്ത് സംഭവിച്ചാലും ശരി. നിങ്ങൾ കയറ് പിടിച്ചില്ലെങ്കിലും സാരമില്ല. ഈ കയറ് മുഴുവൻ എന്റെ സൈക്കിളിൽ കെട്ടു. ഓടിക്കോ. ഹലോ ഫ്രണ്ട്, എനിക്കറിയില്ല നിനക്ക് എന്തുകൊണ്ടാണ് ഇത്ര അധികം ദേഷ്യം. പക്ഷേ ഇപ്പോഴെങ്കിലും ആ ദേഷ്യം കളഞ്ഞൂടെ? നോക്ക്, ഞങ്ങൾ എല്ലാവരും നിന്റെ ഫ്രണ്ട്സ് ആണ്. ഏതായാലും വളരെ നന്നായി. നമ്മുടെ പോത്ത് വളരെ ശാന്തനായല്ലോ. ശാന്തത ബെടറാം, ഇത് ശാന്തമായില്ലെങ്കിൽ ശരിയാവില്ല. എന്റെ പരിധിയിൽ, ഈ ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ ഏത് കൊലകൊമ്പം വന്നാലും ശരി മൂക്ക് കൊത്തി പോകും. അല്ല, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഒത്തിരി തല്ലുകൊണ്ടതാണ്. അതുകൊണ്ട് ഇത്തിരി തമാശ പറയാന്ന് കരുതിയതാണ്. തെറ്റായോ? കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ നിനക്ക് ദേഷ്യം മാത്രം വരാൻ പാടില്ല. ശിവ, താങ്ക് യു വെരി മച്ച്. നീ ഞങ്ങളെ മാത്രമല്ല രക്ഷിച്ചത്, നീ ഇതിനെ രക്ഷിച്ചതാണ് നീ ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യം.